സന്ദീപ്, ഈ സംവരണം എന്നുള്ളത് എന്നും രാജ്യത്തെ വല്ലാതെ ബാധിച്ചിട്ടുള്ള വിഷയമാണ്. നിരവധി വാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. ഇത്തവണ കോൺഗ്രസിനെതിരെ പല കാര്യങ്ങളിൽ കുറ്റപ്പെടുത്തുമ്പോഴും സംവരണത്തിൽ ഊന്നിയാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിൽ നമുക്കുള്ള അഭിമുഖത്തിലുമൊക്കെ സംസാരിക്കുന്നത്. എന്താകും ഇത്തരം കാര്യങ്ങൾ പറയുന്നതിലൂടെ പ്രധാനമന്ത്രി ലക്ഷ്യം വെക്കുന്നത്? ബിജെപിയുടെ ഐഡിയോളജി, രാഷ്ട്രീയം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഏവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രീണനം, ജസ്റ്റിസ് ഫോർ ഓൾ, അപ്പീസ്മെന്റ് ഫോർ നൺ എന്ന പോളിസിയിൽ അധിഷ്ഠിതമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും മതവിഭാഗത്തെ പ്രത്യേകമായി, ഏതെങ്കിലും വിഭാഗത്തിന് പ്രത്യേകമായിട്ട് കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുക, അവരെ പ്രീണിപ്പിക്കുക എന്ന നയം BJPക്ക് ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുൻ മുഖ്യമന്ത്രി AK ആന്റണി തന്നെ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഉദാഹരണമായിട്ട് എടുക്കാൻ സാധിക്കും. ഒരു പ്രത്യേക വിഭാഗം അമിതമായിട്ടുള്ള അവകാശങ്ങൾ നേടാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് മുഖ്യമന്ത്രിയായ ശ്രീ AK ആന്റണി പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിനെതിരെ കേരളത്തിൽ എന്ത് വലിയ പുകിലാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് തന്നെ മാറിപ്പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ ചില വിഭാഗങ്ങൾ വിമർശനത്തിന് അതീതമാണ്. അവർ നടത്തുന്ന സമ്മർദ്ദം കൂടുതൽ ആനുകൂല്യങ്ങൾ കിട്ടാൻ, കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ന്യൂനപക്ഷം എന്ന രീതിയിൽ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അവർ നടത്തുന്ന ചില പരിപാടികൾ, അതിനെതിരായി ആരെങ്കിലും വിമർശനം ഉയർത്തിക്കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിപ്പിക്കുന്ന തരത്തിലേക്ക്, അവരെ പൂർണ്ണമായും നിഷ്കാസനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുക എന്നത് ഒരു പരിപാടിയായി നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. അതവിടെ ഇരിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ എക്കാലത്തെയും പോളിസി എന്ന് പറയുന്നത് ഈ മുസ്ലിം അപ്പീസ്മെന്റിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. അത് സ്വാതന്ത്ര്യത്തിന്റെ കാലം മുതൽക്ക് തന്നെ കോൺഗ്രസിന്റെ പരിപാടി അതാണ്, മുസ്ലിം അപ്പീസ്മെന്റ്. അത് എല്ലാ കാലത്തും അവർ ചെയ്തിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ DNA യിലുള്ളതാണ് മുസ്ലിം അപ്പീസ്മെന്റ് എന്ന് പറയുന്നത്. ഷബാനു കേസിന്റെ വിധിയുടെ സമയത്ത് നമ്മൾ കണ്ടല്ലോ, സുപ്രീം കോടതി മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം കൊടുക്കാൻ വേണ്ടി ചരിത്രപരമായിട്ടുള്ള വിധി പുറപ്പെടുവിച്ച സമയത്ത് രാജ്യത്തെ മുസ്ലിം പൗരോഹിത്യത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി, മുസ്ലിം സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള ഒരു നിയമനിർമ്മാണത്തിന് തങ്ങളുടെ കൈവശമുള്ള വലിയ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് പാർലമെന്റിനകത്ത് നിയമനിർമ്മാണം നടത്തിയവരാണ് കോൺഗ്രസുകാർ. അപ്പോൾ ഷബാനു കേസിൽ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം നിഷേധിക്കാൻ വേണ്ടി ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ടുള്ള മുസ്ലിം സ്ത്രീകൾ എന്ന് വിളിക്കുന്ന കോടിക്കണക്കിന് വരുന്ന മുസ്ലിം സ്ത്രീകൾക്ക് അവർക്ക് തുല്യതയോടെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കാൻ വേണ്ടി തങ്ങളുടെ കൈവശമുള്ള വലിയ ഭൂരിപക്ഷം പാർലമെന്റിൽ ഉപയോഗിച്ച് സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കാൻ വരെ തയ്യാറായിട്ടുള്ള കോൺഗ്രസ് മുസ്ലിം അപ്പീസ്മെന്റ് നടത്താൻ വേണ്ടി, പ്രീണനം നടത്താൻ വേണ്ടി ഏതറ്റം വരെയും തരം താഴുമെന്ന് ചരിത്രത്തിൽ തെളിയിച്ചിട്ടുള്ള വസ്തുതയാണ്. ഒന്ന്. രണ്ട്, നേരത്തെ 2004 കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ അധികാരത്തിൽ വന്നപ്പോഴും പിന്നീട് കർണാടകയിൽ വന്നപ്പോഴും ഒക്കെ ഭരണഘടനാ വിരുദ്ധമായി മുസ്ലിങ്ങൾക്ക് സംവരണം നൽകാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി. അങ്ങനെ മുസ്ലിങ്ങൾക്ക് സംവരണം നടത്താൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തിയ സമയത്ത് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്ന് ഹൈക്കോടതിയാണ് തടഞ്ഞത്. ഇപ്പോൾ രാജ്യത്ത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ, ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിൽ ആ വിഷയം ഇരിക്കുകയാണ്. നോക്കൂ, മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി, മുസ്ലിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ വേണ്ടി കോൺഗ്രസ് ഒരു നറേറ്റീവ് സൃഷ്ടിക്കും. എങ്ങനെയാണ്? മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നു. ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് മാത്രം പഠിക്കുമ്പോൾ അത് മാത്രമാണ് പുറത്തു വരിക. അങ്ങനെ മുസ്ലിങ്ങളൊക്കെ പിന്നോക്കാവസ്ഥയിലാണ് എന്നൊരു നറേറ്റീവ് ബോധപൂർവ്വം സൃഷ്ടിക്കുകയും അങ്ങനെ പിന്നോക്കാവസ്ഥയിലായ മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടി കൂടുതൽ സഹായം കൊടുക്കേണ്ടതുണ്ട് എന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുകയും അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പാലൊളി കമ്മീഷൻ ഉണ്ടാവുകയും അങ്ങനെ മുസ്ലിങ്ങളൊക്കെ ഹിന്ദുക്കളിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കാൾ, ദളിത് ആദിവാസി വിഭാഗങ്ങളെക്കാൾ പുറകിലാണ് എന്ന വ്യാജമായിട്ടുള്ള ഒരു നറേറ്റീവ്, ഒരു ആഖ്യാനം രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കുകയും അതിന്റെ പേരിൽ രാജ്യത്തിന്റെ റിസോഴ്സുകളിലെ ആദ്യാവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് കോൺഗ്രസ് പറയുകയും ചെയ്തു. ഇവിടെയാണ് വലിയ പ്രശ്നമുള്ളത്. രാജ്യത്തെ റിസോഴ്സിന്റെ ആദ്യാവകാശികൾ പാവങ്ങളാണ് എന്നല്ല കോൺഗ്രസ് പറഞ്ഞത്, സമൂഹത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് എന്നല്ല കോൺഗ്രസ് പറഞ്ഞത്, മറിച്ച് രാജ്യത്തിന്റെ സമ്പത്തിന്റെ ആദ്യാവകാശികൾ പർട്ടിക്കുലർലി മുസ്ലിംസ് എന്ന് പലതവണ എടുത്തു പറഞ്ഞു. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് സംഘടിത ന്യൂനപക്ഷം എന്ന രീതിക്ക് മുസ്ലിങ്ങളുടെ 25-30% വരുന്ന മുസ്ലിങ്ങളുടെ വോട്ട് വാങ്ങി സ്ഥിരമായി ജയിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി അവരെടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി അവർ മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അത് കാലങ്ങളായി തുടരുന്ന കാര്യമാണ്. ഇത് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ സത്യമാണ് പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞിട്ടുള്ളത്. ഇതെവിടെയും നിഷേധിക്കാൻ സാധ്യമായിട്ടുള്ള കാര്യമല്ല. കോൺഗ്രസ് അതിന്റെ മാനിഫെസ്റ്റോയിൽ മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ വെച്ചാൽ അതിലെന്താണ് തെറ്റ്? അത് അങ്ങനെ ആ സമുദായം പിന്നോക്കാവസ്ഥയിലാണെങ്കിൽ, അവരുടെ ജീവിത നിലവാരം താഴ്ന്ന രീതിയിലാണെങ്കിൽ, അവരെ ഈ നമ്മുടെ സമൂഹത്തിനൊപ്പം ജീവിപ്പിക്കുന്ന രീതിയിലേക്ക്, ഉള്ളവരെ ജീവിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നതിന് ഒരു സർക്കാർ നടപടിയെടുത്താൽ എന്താണ് തെറ്റ്? കോൺഗ്രസ് അങ്ങനെ ഒരു രീതി നടത്തിയാൽ, നമുക്കറിയാം ഇവിടെ OBC സംവരണമൊക്കെ ഉണ്ട്, ഒരുപാട് സംവരണ ആനുകൂല്യം കിട്ടുന്നവരുണ്ട്. ആ തരത്തിൽ ആ സമുദായത്തിലും അങ്ങനെ പിന്നോക്കാവസ്ഥയിലുള്ള നിരവധി ആളുകളുണ്ടെന്ന് നമുക്കറിയാം. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവർക്ക് ഈ സമൂഹത്തിൽ അന്തസ്സായി ജീവിക്കാനുള്ള സംവിധാനം ഒരുക്കിയാൽ എന്താണ് തെറ്റ്? അവരും നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന സമുദായമാണല്ലോ.
അല്ല, അതിലൊരു തെറ്റുണ്ട്, അതിലൊരു ഭരണഘടനാ വിരുദ്ധതയുണ്ട്. രാജ്യത്തെ ഭരണഘടനാ ശില്പികൾ സംവരണം വിഭാവനം ചെയ്തിട്ടുള്ളത് ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അവരുടെ പിന്നോക്കാവസ്ഥയ്ക്ക് ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അവർ അടിച്ചമർത്തപ്പെട്ടവരാണ്. അതിന് ചരിത്രപരമായിട്ടുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് രാജ്യത്ത് സംവരണം രൂപപ്പെട്ടത്. പക്ഷേ മുസ്ലിങ്ങൾ രാജ്യത്ത് 800 വർഷത്തോളം അധികാരത്തിലിരുന്നവരാണ്. രാജ്യത്ത് അധികാരത്തിലിരുന്ന ഒരു വർഗം ഇവിടെ പിന്നോക്കാവസ്ഥയിലാണെന്ന് ബോധപൂർവമായ വ്യാജമായിട്ടുള്ള നെറേറ്റീവ് ഉണ്ടാക്കി. അതാണ് പ്രശ്നം എന്ന് പറയുന്നത്. രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് പിന്നോക്കാവസ്ഥയുണ്ടെങ്കിൽ അത് രാജ്യത്ത് മറ്റെല്ലാ വിഭാഗങ്ങൾക്കുള്ള പിന്നോക്കാവസ്ഥ മാത്രമേ ഉള്ളൂ. റോഡില്ല. ആ റോഡില്ലാത്തതിന്റെ പ്രശ്നം രാജ്യത്ത് ഹിന്ദുവിനും മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും മതമുള്ളവനും മതമില്ലാത്തവനും ഉണ്ട്. രാജ്യത്ത് ദാരിദ്ര്യമുണ്ട്, അതല്ലെങ്കിൽ പട്ടിണിയുണ്ട്. അത് രാജ്യത്തെ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷത്തെ ഹിന്ദുക്കൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, സിഖുകാർക്കുണ്ട്, ജൈനന്മാർക്കുണ്ട്. അതൊക്കെ തന്നെ മുസ്ലിങ്ങൾക്കും ഉള്ളൂ. അല്ലാതെ മുസ്ലിങ്ങൾക്ക് മാത്രമായിട്ടൊരു പിന്നോക്കാവസ്ഥ ഇല്ല. ചരിത്രപരമായ കാരണത്താൽ ഒട്ടുമില്ല. കാരണം ചരിത്രത്തിൽ അവർ രാജ്യത്ത് ഭരണത്തിലിരുന്ന ആളുകളാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ ഭരണത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് അടിച്ചമർത്തപ്പെട്ടവരും ചരിത്രപരമായ കാരണങ്ങളാൽ പിന്നോക്കാവസ്ഥയപ്പെട്ടവരും വാസ്തവത്തിൽ രാജ്യത്തെ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് തെറ്റായിട്ടുള്ളൊരു വ്യാജ നിർമ്മിതി ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിഭാഗത്തെക്കുറിച്ച് മാത്രം പഠിക്കാൻ തീരുമാനിച്ചാൽ ആ വിഭാഗത്തിന്റെ പിന്നോക്കാവസ്ഥ മാത്രമേ പുറത്തു വരികയുള്ളൂ. നിങ്ങൾ ഗ്രാമത്തിൽ കടന്നു ചെന്ന് കുടിവെള്ളമില്ലാത്ത, റോഡില്ലാത്ത, ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത, ചികിത്സാ സൗകര്യങ്ങളില്ലാത്ത, വിദ്യാഭ്യാസ സൗകര്യമില്ലാത്ത ഗ്രാമത്തിൽ കടന്നു ആ ഗ്രാമത്തിൽ താമസിക്കുന്ന മുസ്ലിങ്ങളെ കുറിച്ച് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലെ മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസത്തിൽ പിന്നോക്കാവസ്ഥ ഉണ്ടാകും. ആ ഗ്രാമത്തിലെ മുസ്ലിങ്ങൾക്ക് കുടിവെള്ളം ഉണ്ടാകില്ല. ആ ഗ്രാമത്തിലെ മുസ്ലിങ്ങൾക്ക് റോഡ് ഉണ്ടാവില്ല. ആ ഗ്രാമത്തിലെ മുസ്ലിങ്ങൾക്ക് വൈദ്യുതി ഉണ്ടാവില്ല. സ്വാഭാവികമാണ്. പക്ഷെ നിങ്ങൾ ആ ഗ്രാമത്തിൽ തന്നെ താമസിക്കുന്ന ഹിന്ദുവിനെ കുറിച്ചോ ക്രിസ്ത്യാനിയെ കുറിച്ചോ പഠിച്ചു കഴിഞ്ഞാലല്ലേ ഇത് എല്ലാവർക്കുമുള്ള പിന്നോക്കാവസ്ഥയാണ് എന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ വ്യാജമായിട്ടുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഉണ്ടാക്കിയിട്ടുള്ള കമ്മീഷനായിരുന്നു സച്ചാർ കമ്മീഷൻ. അതിന്റെ ചൂട് പിടിച്ചാണ് കേരളത്തിൽ പാലോളി കമ്മീഷൻ ഉണ്ടാക്കിയത്. ഈ മൈനോറിറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പിനെ കോൺഗ്രസ് എന്ത് ചെയ്തു? എല്ലാവരെയും ഒരുമിച്ചങ്ങെടുത്തു. എന്നിട്ട് എന്ത് പറഞ്ഞു? ജൈനന്മാരും സിഖുകാരും കുറച്ചൊക്കെ പുരോഗമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പാഴ്സികൾക്ക് പുരോഗമിച്ചിട്ടുണ്ട്, അതുകൊണ്ട് റിസോഴ്സിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. മൈനോറിറ്റിയെ തന്നെ വിഭജിച്ചു. ഇനി മുസ്ലിങ്ങളിലെ വലിയൊരു വിഭാഗം ആളുകളും നമുക്ക് കേരളത്തിൽ ഉദാഹരണം തന്നെ എടുക്കാം. വലിയ റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. യൂസഫ് അലി പിന്നോക്കാവസ്ഥയിലാണെന്ന് പറഞ്ഞാൽ, സംവരണം ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുകയോ? രാജ്യത്തെ മുസ്ലിങ്ങളിൽ നല്ലൊരു വിഭാഗവും നല്ല ഉന്നതമായ രീതിയിൽ ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ മൈനോറിറ്റി എന്ന് പറയുന്നത് മുസ്ലിങ്ങളെ ഒറ്റ ഗ്രൂപ്പായി എടുത്ത് അവരിൽ മുഴുവൻ ആളുകൾക്കും സ്കോളർഷിപ്പ് കൊടുത്തു. 2009 കോൺഗ്രസിന്റെ പ്രകടനപത്രിക നിങ്ങൾ പരിശോധിച്ച് നോക്ക്. 4 ലക്ഷം മൈനോറിറ്റിക്ക് സ്കോളർഷിപ്പ് കൊടുത്തു എന്ന് പറയുമ്പോൾ അതിൽ ബഹുഭൂരിപക്ഷം കിട്ടിയത് മുസ്ലിം വിഭാഗത്തിലെ ആളുകൾക്കാണ്. അതിൽ ബഹുഭൂരിപക്ഷവും സ്കോളർഷിപ്പിന് അർഹര പോലുമല്ല. അപ്പൊ എന്തിനാണ് മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ കൊടുക്കുന്നത്? നിങ്ങൾ പാവങ്ങൾ എന്ന രീതിയിൽ കൊടുക്കൂ. നിങ്ങൾ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നതിൽ നമുക്ക് ആർക്കും വിരോധമില്ല. ആ പാവപ്പെട്ടവരിൽ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കും കിട്ടണം, അതിലും തർക്കമില്ല. പക്ഷെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിൽ ചിലർ മാത്രം പിന്നോക്കാവസ്ഥയിലാണ് എന്ന് വ്യാജമായിട്ട് അങ്ങ് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിഭാഗത്തിന് മാത്രമായി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് കോൺഗ്രസിന്റെ മുസ്ലിം അപ്പീസ്മെന്റ് ആണ്. അതിൽ തന്നെ കോൺഗ്രസിന് മുസ്ലിം സ്ത്രീകളുടെ കാര്യത്തിൽ യാതൊരു നീതിബോധവും ഇല്ല, ഒരു ന്യായബോധവും ഇല്ല. UCC കൊണ്ടുവരണം എന്ന് പറയുന്ന സമയത്ത് മുസ്ലിങ്ങൾക്ക് സ്വത്തിൽ തുല്യാവകാശം മുസ്ലിം സ്ത്രീകൾക്കും ഉണ്ടാകണം. അവരുടെ പാരമ്പര്യ സ്വത്തിൽ, വാപ്പ അധ്വാനിച്ചുണ്ടാക്കുന്ന സ്വത്തിൽ മകൾക്ക് തുല്യാവകാശം ഉണ്ടാവണം എന്ന് പറയുമ്പോൾ കോൺഗ്രസ് അതിനെ അനുകൂലിക്കുന്നില്ല. ഞങ്ങൾ UCCക്കൊപ്പമാണ്. എന്തുകൊണ്ടാ? എല്ലാവർക്കും തുല്യമായിട്ടുള്ള അവകാശം ഉണ്ടാവണം. ഞങ്ങൾ തുല്യനീതിക്കൊപ്പമാണ്. കോൺഗ്രസ് മുസ്ലിം മത പ്രീണനത്തിനൊപ്പമാണ്, മുസ്ലിം മത മൗലികവാദികൾക്കൊപ്പമാണ്. എല്ലാ കാലത്തും അങ്ങനെയാണ്. സ്വാതന്ത്ര്യം കിട്ടിയത് മുതൽ വിഭജിച്ച് രാജ്യം വേർപെടുത്തു കൊടുത്ത് അടക്കമുള്ള കാര്യങ്ങളിൽ മുസ്ലിം പ്രീണനം എന്നുള്ളത് പറയുന്നത് കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പോളിസിയാണ്. അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ കാരണം നെഹ്റു കുടുംബത്തിന്റെ മുസ്ലിം അപ്പീസ്മെന്റ് ആണെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. കോൺഗ്രസിനെതിരെ